ശശി തരൂർ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് UDFിൻ്റെ പ്രവർത്തകരോട് തികഞ്ഞ നന്ദികേടും തികഞ്ഞ അനാദരവുമാണ് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. അദ്ദേഹം 2009 മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘം ആൾക്കാരുടെ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് മത്സരിക്കുന്നതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അന്ന് KPCC ഓഫീസിൻ്റെ വാതിക്കലോട്ട് കോലം കത്തി പ്രകടനവും ഒക്കെ നടന്നില്ല. പക്ഷേ അതെല്ലാം ഈ സോണിയാഗാന്ധിയുടെ ഇടപെടലോടുകൂടി അത് നിന്നുപോയി. അങ്ങനെ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഗുഡ് ബുക്കിലിരുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഈ പാർട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ട് ഇതുവഴിയൊക്കെ നടക്കുന്നത്. അപ്പം എന്തായാലും ഒരുപക്ഷെ അയാൾ മത്സരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാവാം ഈ തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് വരാതിരിക്കുന്നത്. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ, നിങ്ങളെ ഈ പദവിയിലേക്ക് എത്തിച്ചൊരു പാർട്ടിയെ നിങ്ങൾ പുറംകാലിനടിച്ചു പോകുമ്പോൾ അതിനൊരു കാരണം പറയാനുണ്ടാവണം. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ എതിർപ്പാളയത്തിലേക്ക് അവർക്ക് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുറുപ്പ് ചീട്ടുകൾ ഇറക്കി കൊടുക്കുന്ന ഒരു പണിയാണ്. അതായത് നമ്മൾ പറയുന്ന CPMകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു പാടുണ്ട്, കുലംകുത്തി അല്ലെങ്കിൽ ഒറ്റുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങളെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ.